പരിശുദ്ധ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കത്ത് നിന്ന് മദീനത്തേക്ക് പോവുകയാണ്. മക്ക ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല, മക്ക മോശമായത് കൊണ്ടല്ല, മക്കയിൽ താമസിച്ചു മടുത്തത് കൊണ്ടോ മതിയായത് കൊണ്ടോ അല്ല. അവിടുത്തെ സാഹചര്യം അതായി പോയി. പൂർണ്ണമായും അല്ലാഹുവിന്റെ നിർദ്ദേശം വന്നപ്പോ പരിശുദ്ധ മക്കത്തിൽ നിന്ന് മദീനത്തേക്ക് പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹുവിന്റെ ഒരു നിർദ്ദേശം വന്നപ്പോ ബഹുമാനപ്പെട്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹാബത്തിന്റെ കൂടെ മദീനത്തേക്ക് പോയതാണ് എന്ന് നമുക്കറിയാം. അതൊരു വല്ലാത്ത സംഭവമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്ന പ്രവാചക പ്രേമിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യത്തിന്റെ സമയമായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെത്തുമ്പോ മക്കയിൽ നിന്ന് കല്ലെറിഞ്ഞതുപോലെ ആയിരക്കണക്കിന് കുഞ്ഞുമക്കൾ കല്ലെറിയാനല്ല കാത്തിരുന്നത് മദീനത്ത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്ന മദീനയുടെ വഴിത്താരകളിൽ പ്രകാശത്തിന്റെ പ്രഭാപൂരത്തെ ആദ്യം എനിക്ക് കാണണമെന്ന് പറഞ്ഞ് മദീനയുടെ ഈന്തമരങ്ങളുടെ മുകൾ ഭാഗത്ത് കയറിയിരുന്നു കൊണ്ട് ഇവിടെ ആമിന ബീവിയുടെ പ്രഭ വരുത്തുന്ന മുത്തുമോൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെ, ഞാൻ ആദ്യം കാണട്ടെ എന്ന് പറഞ്ഞു കുഞ്ഞുമക്കൾ ഈന്തമരത്തിന്റെ മുകൾ ഭാഗത്ത് കയറിയിരിക്കുമ്പോ ചെറിയ ചെറിയ വീടിന്റെ അകത്തിരുന്ന് ഉമ്മയും വാപ്പയും വിളിച്ചു ചോദിക്കുന്നു, മക്കളെ ആ നൂറാനിയത്തിന്റെ ശോഭ കടന്നു വരാൻ സമയമായിട്ടുണ്ടോ? ഇല്ല ഉമ്മ, ഞങ്ങൾ അകലത്തേക്ക് നോക്കിയിരിക്കുകയാണ്. മദീനക്ക് പുണ്യം കൊണ്ടുവരുന്ന, മദീനക്ക് ബറക്കത്ത് കൊണ്ടുവരുന്ന, മദീനക്ക് അനുഗ്രഹം കൊണ്ടുവരുന്ന ആ പ്രിയപ്പെട്ടവരെ ഏറ്റെടുക്കാൻ വേണ്ടി മദീന ഒരുങ്ങി തയ്യാറായി സജ്ജമായിരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ കടന്നു വരികയാണ്. ത്വലഅൽ ബദ്റു അലൈനാ പാട്ടുപാടി പ്രിയപ്പെട്ട മദീനയുടെ പിഞ്ചുമക്കൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം വന്ന പട്ടിണി പാവങ്ങൾക്ക് എന്താണോ ഇല്ലാത്തത് അത് ഞങ്ങൾ തരാമെന്ന് മദീനയുടെ സ്നേഹസമ്പന്നരായ അൻസാറുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാൻ, ഭക്ഷണം കൊടുക്കാൻ, വസ്ത്രം കൊടുക്കാൻ, വാഹനം കൊടുക്കാൻ, പാർപ്പിടം കൊടുക്കാൻ, എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കാൻ മദീനയിലെ അൻസാറുകളായ പ്രിയപ്പെട്ടവർ സജ്ജരായി തയ്യാറായി രംഗത്ത് വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുളകം കൊണ്ടുപോയി. സ്നേഹമുള്ള മദീന, അനുഗ്രഹമുള്ള മദീന, പ്രേമമുള്ള മദീന, വല്ലാതെ സെക്കൻഡുകൾ കൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സ് മദീനക്ക് അടിപ്പെട്ടു പോവുകയാണ്, കടപ്പെട്ടു പോവുകയാണ്. അവസാനം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീരുമാനിച്ചൊരു മനോഹരമായ മസ്ജിദ് പണിയാൻ, മനോഹരമായ ഒരു മസ്ജിദ് പണിയാൻ തീരുമാനിച്ചു. നാട്ടിൽ ഫിത്നയുണ്ടാക്കുന്ന മസ്ജിദല്ല, നാട്ടിൽ പ്രശ്നമുണ്ടാക്കുന്ന മസ്ജിദല്ല, ആരുടെയെങ്കിലും വസ്തുവോ പള്ളിയോ വെട്ടിപ്പിടിക്കലല്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ ഒരു മനോഹരമായ പള്ളി നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കസേരയിട്ടിരുന്നിട്ട് നിർദ്ദേശം കൊടുത്തു, നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞതല്ല. ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തോളത്ത് കല്ല് ചുമന്നുകൊണ്ട് പോവുകയാണ്. തളർന്നിരിക്കുന്ന പ്രിയപ്പെട്ട മക്കത്തിൽ നിന്ന് മദീനത്തേക്ക് വന്ന മുഹാജിറുകൾ, എനിക്ക് കല്ല് ചുമക്കാൻ കഴിയില്ല, എനിക്ക് പണിയെടുക്കാൻ കഴിയില്ല, അന്നവും വെള്ളവും കടിച്ചിട്ട് ഭക്ഷണം കടിച്ചിട്ട് നാളുകളേറെയായി തളർന്ന് ക്ഷീണിച്ച് യാത്ര ചെയ്തു വന്ന ഞങ്ങൾ ഇനി പള്ളിക്ക് വേണ്ടി പണിയെടുക്കുകയോ ഒരിക്കലും അതിന് കഴിയില്ല, അള്ളാഹുവിന് ഞങ്ങളുടെ കച്ചപ്പാടറിയുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മാറിയിരിക്കുമ്പോഴാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കല്ല് ചുമന്നു കൊണ്ടുപോകുന്നത് കണ്ട് ബഹുമാനപ്പെട്ട അമ്മാർ റളിയല്ലാഹു അൻഹു മുത്ത് റസൂലിനെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞ, റസൂലേ, അവിടുന്ന് കല്ല് ചുമക്കാനുള്ള ആളല്ലേ നബിയെ, അങ്ങയുടെ ഈ ചുമലിൽ ഈ കല്ലിരിക്കാനുള്ള ചുമലല്ല റസൂലേ, അതുകൊണ്ട് ഞാൻ ചുമന്നുകൊള്ളാം. അല്ലാഹുവിന്റെ റസൂല് തട്ടത്തിന്റെ മുകളിൽ കല്ല് വെച്ചുകൊണ്ട് പള്ളി നിർമ്മാണത്തിന് വേണ്ടി കടന്നുപോയി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മടങ്ങി വരുമ്പോ രണ്ട് കല്ല് തോളത്ത് വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അമ്മാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എല്ലാ സ്വഹാബികളും ഒരു കല്ല് തന്നെ കഷ്ടപ്പെട്ട് സഹിച്ച് അവർ കൊണ്ടുപോകുമ്പോ ഞാൻ എന്തിനാണ് രണ്ട് കല്ലെടുത്തരെന്ന് അല്ലാഹുവിന്റെ റസൂൽ എവിടത്തേക്ക് അറിയുമോ? ഒന്ന് അവിടുത്തെയുടെ കല്ലാണ്, ഇനി അവിടെ നിന്ന് കല്ലെടുക്കാൻ പാടില്ല, ഇനി അവിടെ നിന്ന് കല്ലെടുക്കാൻ പാടില്ല, അവിടത്തേക്ക് കൂടി ആവശ്യമുള്ള കല്ലാണ് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞ് മഹാനായ അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ആ പള്ളി നിർമ്മാണ സമയത്ത് തിളങ്ങി നിൽക്കുമ്പോ പള്ളിയുടെ നിർമ്മാണം പൂർണ്ണമായി കഴിഞ്ഞു. മുഹാജിറുകളും അൻസാറുകളും എല്ലാം പരിശ്രമിച്ച് അൽഹംദുലില്ലാഹ് മനോഹാരിത നിറഞ്ഞു തുളുമ്പുന്ന ഒരു പള്ളിയുടെ പൂർത്തീകരണമെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളിയാഴ്ച ദിവസം അതിന്റെ മിമ്പറിലേക്ക് കയറുകയാണ്.
ഒന്നാമത്തെ ഖുതുബ, മദീനയിലെ ഒന്നാമത്തെ ഖുതുബ നടക്കാൻ പോവാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനോഹരമായ മദീനയുടെ പള്ളിയുടെ മിമ്പറിൽ കയറി നിന്നുകൊണ്ട് ഒന്നാമത്തെ ഖുതുബ നടത്താൻ പോവുകയാണ്. സ്വഹാബികളൊക്കെ പരസ്പരം പറഞ്ഞു, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരിക്കും പുണ്യ മദീനയുടെ ഒന്നാമത്തെ ഖുതുബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതെന്ന് എല്ലാവരും പരസ്പരം പറഞ്ഞു. എന്നിട്ട് അവര് കാത്തിരുന്നു. എന്ത് വിഷയമാണ് പ്രവാചകർ ഊന്നൽ നൽകി പറയുന്നത് എന്നറിയാൻ പ്രിയപ്പെട്ട സ്വഹാബികൾ കാത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൽ നിന്നുകൊണ്ട് പ്രഭാഷണം തുടങ്ങി. ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ തന്റെ പ്രിയപ്പെട്ട സഹാബത്തിന് ആ മിമ്പറുടെ ഖുതുബയിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു. പക്ഷേ ആ പറഞ്ഞു കൊടുത്തതിൽ സഹാബത്തിന്റെ മനസ്സ് പൊട്ടിപ്പോയ, സഹാബത്തിന്റെ കണ്ണ് നിറഞ്ഞുപോയ സഹാബികളാ പള്ളിക്കകത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു പോയ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും മിഹ്റാബിൽ നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയ ഒരു പ്രധാനമായ ഭാഗം അല്ലാഹുവിന്റെ റസൂൽ ഒന്നാമത്തെ ഖുതുബയിൽ അവതരിപ്പിക്കുകയാ. മദീനക്കകത്ത് തടിച്ചുകൂടിയ പാവപ്പെട്ട സ്വഹാബികളെല്ലാം തേങ്ങലടക്കി പിടിക്കുകയാണ്. സ്വഹാബത്തിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. എന്താണ് ആ പ്രിയപ്പെട്ട സ്വഹാബത്തിന്റെ മനസ്സ് പൊട്ടി തകർത്തുകൊണ്ട് പ്രവാചകർ പറഞ്ഞ വാക്കെന്തറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ ആ മിമ്പറിൽ നിന്നുകൊണ്ട് പ്രിയപ്പെട്ട സ്വഹാബത്തിന്റെ മനസ്സിന് കനൽക്കട്ട ഊരിയിട്ടുകൊണ്ട് പറഞ്ഞു കൊടുത്ത പ്രധാനപ്പെട്ട പ്രഭാഷണത്തിന്റെ സമാപന ഭാഗം എന്തെന്നറിയോ? അല്ലാഹു കൊണ്ട നരകം അപാരമാണ് സ്വഹാബത്തെ. അല്ലാഹു കൊണ്ട നരകം ഭയാനകരമാണ് സ്വഹാബത്തെ. അത് കത്തിച്ചു തുടങ്ങിയതിനു ശേഷം ഇന്ന് വരെ അതിന്റെ ഒരൽപ്പം തീ പോലും കെട്ടുപോയിട്ടില്ല. ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന നരകാഗ്നിയുണ്ടല്ലോ, അത് മനുഷ്യരെ തിന്നാൻ വേണ്ടി വാതുറന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുകയാ. മനുഷ്യരെ കിട്ടുന്നത് വരെ വിശന്നുകൊണ്ട് ആ നരകം ഇങ്ങനെ നിലവിളിച്ചു കൊണ്ടിരിക്കുകയാ സ്വഹാബത്തെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ നരകത്തിൽ നിന്ന് നിങ്ങളുടെ മുഖത്തെ രക്ഷപ്പെടുത്താൻ ഒരവസരം കിട്ടിയാൽ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു ചാൻസ് കിട്ടിയാൽ, ആ കത്തിക്കാളുന്ന നരകത്തിന്റെ കത്തളത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റുന്ന ഒരു ചാൻസ് നിങ്ങൾക്ക് കിട്ടിയാൽ അത് നിങ്ങൾ പാഴാക്കി കളയല്ലേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയാ. ഒരു യതീമോ വിധവയോ ഒരു പാവപ്പെട്ടവനോ ഒരു വിശപ്പടക്കാൻ നിവർത്തിയില്ലാത്ത പട്ടിണിക്കാരനോ വന്ന് നിന്റെ വീടിന്റെ മുമ്പ് വന്ന് കൈനീട്ടിയിട്ട് എനിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോ ഒരു കാരക്കയുടെ കീറെടുത്ത് കൊടുത്തിട്ടാണെങ്കിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സഹാബത്തെ ഉപയോഗപ്പെടുത്തുക. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു ചാൻസ് പോലും നിങ്ങൾ പാഴാക്കി കളയല്ലേ. നരകത്തിൽ നിന്ന് കരകയറാൻ പറ്റുന്ന ഒരു അവസരം പോലും നിങ്ങൾ ദുരുപയോഗപ്പെടുത്തല്ലേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ അവര് കരഞ്ഞിരുന്നറിയോ? രാവും പകലുമില്ലാതെ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നൊരു നരകത്തിൽ നിന്ന് രക്ഷപ്പെടാ മതിയാവൂലേ റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ എപ്പോഴും വിളിച്ചാലും വരാ സജ്ജരായി തയ്യാറായി അല്ലാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടി ഇറങ്ങി ഓടുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഖിദ്മത്തല്ലേ റസൂലേ? അല്ലാഹുവിന്റെ റസൂലേ പാതിരാ സമയത്ത് വീട്ടിന്റെ അകത്ത് എല്ലാവരും സുഖലോലുപരായി കിടന്നിറങ്ങുമ്പോ സുജൂദിൽ കിടന്ന് പൊട്ടിക്കരയുന്ന കണ്ണീര് കൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂലേ നബിയേ? ഞങ്ങൾ ഇത്രയും ചെയ്തിട്ടും പോരെന്നാണോ? ഞങ്ങൾ ഇത്രയും ചെയ്തിട്ടും മതിയായിട്ടില്ലെന്നാണോ? അല്ലാഹുവിന്റെ റസൂലേ ഇനിയും ഒരു അവസരത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കണമെന്നാണോ പ്രവാചകർ പറഞ്ഞു വരുന്നത് എന്ന ഒരു നീറുന്ന ചിന്തയാണ് പ്രിയപ്പെട്ട സഹാബത്തിനെ കരയിപ്പിച്ചതെങ്കിൽ നിങ്ങൾക്ക് പേടി വരാത്തരെന്താ? നിന്റെ വീടിന്റെ മുമ്പിൽ യതീംഖാനയിൽ നിന്ന് കൊണ്ടുവരുന്ന കലണ്ടറിന് 10 രൂപ കൊടുത്തിട്ട് ആ യതീമായ കുട്ടിയുടെ ദുആ കൊണ്ട് സ്വർഗം കിട്ടുമെന്ന് ഉറപ്പിക്കുന്ന എന്റെ മടയായ പെണ്ണേ, നിന്റെ വീട്ടിന്റെ അകത്തിരുന്നൊരു യതീമിന്റെ കല്യാണത്തിന് പോയിട്ട് 1000 രൂപ പൊരിഞ്ഞൊരു 500 രൂപ പൊരിഞ്ഞൊരു പാവപ്പെട്ട യതീമിന്റെ കല്യാണത്തിന് കൊടുക്കുമ്പോ പള്ളിയിലെ ഉസ്താദ് പ്രസംഗിച്ചതുപോലെ ഈ ഒരു സ്വതക്ക കൊണ്ട് എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷ കിട്ടുമെന്ന് കരുതിപ്പോയ പെങ്ങളെ, വല്ലപ്പോഴും നിന്റെ വീട്ടിന്റെ അകത്തിരിക്കുന്ന അലമാറയുടെ അകത്തളപ്പിടിക്ക് വെച്ചിരിക്കുന്ന ഖുർആൻ, ആ ഖുർആൻ എടുത്തു വെച്ചിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ 2 ആയത്തോതിയത് കൊണ്ട്
നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് കരുതിപ്പോയ പെണ്ണേ, നമുക്ക് കരച്ചിൽ വരാത്തത് ആരോ നമുക്ക് ഉറപ്പ് തന്നതുകൊണ്ടാ. നമ്മൾ നരകത്തിൽ പോകൂല ആരോ ഉറപ്പ് തന്നതുകൊണ്ടാ. നമ്മൾ നരകത്തിലില്ല ആരോ നമുക്ക് ഉറപ്പ് തന്നതുകൊണ്ടാ. ആ ഉറപ്പ് തരുന്നത് ശൈത്താനാണ്. പ്രിയപ്പെട്ട മുഅ്മിനേ, ആ ഉറപ്പ് തരുന്നത് ശൈത്താനാണ്. നിന്റെ ഇബാദത്ത് പൊളിച്ചെടുക്കാനാണ്, നിന്റെ സൽക്കർമ്മങ്ങളെ നശിപ്പിക്കാനാണ്, നിന്റെ പുണ്യങ്ങളെ കൊല നടത്താനാണ് പിശാച് ആ ചിന്ത നിനക്കിട്ട് തരുന്നത്. ആ ചിന്ത നമുക്ക് വേണ്ട പെങ്ങളെ, ആ ചിന്ത നമുക്ക് വേണ്ട പെങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ഭയന്നു പോയ, എന്തിനേറെ അല്ലാഹുവിന്റെ മാലാഖമാര് പോലും അത്ഭുതപ്പെട്ടു പോയി കാവല് ചോദിച്ചു പോയ ആ നരകത്തെ നമ്മളൊന്നും മറന്നുപോയില്ലേ? ആ നരകത്തെ കുറിച്ച് കാവല് ചോദിക്കുന്ന ജീവിതത്തിന്റെ വിശ്വാസിയുടെ അന്തരീക്ഷങ്ങൾ ഏതോ പാശ്ചാത്യ ലോകം കവർന്നുകൊണ്ടുപോയില്ലേ? പണ്ട് പട്ടാമ്പിയിലും ചെറുപ്പുളശ്ശേരിയിലും പൊട്ടച്ചിറയിലും പെരിന്തൽമണ്ണയിലും മണ്ണാർക്കാടും വല്ലപ്പുഴയിലുമല്ല പാവപ്പെട്ട ചെറ്റക്കൂരയ്ക്കകത്ത് രാത്രിയിൽ വിളക്ക് കെടുത്തിയിട്ട് ഉറങ്ങാൻ പോകുന്ന ഉമ്മ തലയിണയിലും മുഖമിങ്ങനെ അമർത്തി വെച്ചിട്ട് കിടക്കുമ്പോ ആ ഉമ്മ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ. റബ്ബേ, നിന്റെ സ്വർഗത്തിന് എനിക്ക് യോഗ്യതയില്ല അല്ലാഹ്. എന്നെയും എന്റെ മക്കളെയും എന്റെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് കരഞ്ഞിരുന്ന കണ്ണീരിന്റെ ഉമ്മമാര് പ്രസവിച്ച എന്റെ പട്ടാമ്പിയിലെ ചെറുപ്പുളശ്ശേരിയിലെ മക്കളെ, പൊന്നാനി സ്കൂളിന്റെ മുമ്പിൽ അഴിഞ്ഞാടിപ്പോയ മുസ്ലിം പെൺകുട്ടിയെ പോലെ തലശ്ശേരിയിലും മാഹിയിലും കൂത്തുപറമ്പിലും കോഴിക്കോട് കർണാടകയിലും മംഗലാപുരത്തും കാസർഗോഡും കണ്ണൂരുമില്ല ഫേസ്ബുക്കിലൂടെ മുഖത്തോട് മുഖം നോക്കിയിട്ട് എനിക്ക് തോന്നിയതുപോലെ ജീവിക്കും. ഞാനൊരു മുസ്ലിം ആണെങ്കിലും എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം. ചിലപ്പോ ഞാൻ പൊട്ടുതൊടും, ചിലപ്പോ ഞാൻ കുറിയിടും, ചിലപ്പോ ഞാൻ മാറു തുറന്ന് കാണിക്കും, ചിലപ്പോ ഞാൻ കണ്ടവന്റെ കൂടെ ആഹ്ലാദിക്കും, ചിലപ്പോ ഞാൻ കണ്ടവന്റെ കൂടെ വേശിയായി തുറന്നതുള്ളും, ചിലപ്പോൾ ഞാൻ പൂരപ്പറമ്പിൽ പോകും, ചിലപ്പോ ഞാൻ ആനപ്പുറത്ത് കയറും, ചിലപ്പോ ഞാൻ കുതിരയെ പോലെ ചാടുമെന്നല്ല. 16, 17, 18 വയസ്സായ പെമ്മക്കള് അഭിമാനത്തോടെ രോമാഞ്ചം കൊള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിളംബരം നടത്തുമ്പോ എന്റെ ഉമ്മ, ആ ഭയം നമുക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ. വെള്ളിയാഴ്ച പള്ളിയിൽ ജുമാ നടക്കുമ്പോ നെറ്റോണാക്കിയിട്ട് മൊബൈലിലൂടെ വിരൽ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ലോകത്തിന്റെ കാമകേട് കണ്ടുകൊണ്ട് ഖബറടക്കം ചെയ്തിരിക്കുന്ന മയ്യത്തിന്റെ മീസാങ്കലിൽ ചവിട്ടി നിന്നുകൊണ്ട് ലോകത്തിന് പടച്ചതമ്പുരാനെ കോമാളിത്തരത്തിലൂടെ പരിചയപ്പെടുന്ന അല്ലാഹുവിനെ കൊഞ്ഞനം കുത്തുന്ന ചെറുപ്പക്കാരാ, നിന്റെ ഭയം നിനക്ക് എവിടെ പോയി പൊന്നുപോലെ? ഖുർആൻ എടുത്തു വെച്ച് പൊട്ടിക്കരന്നിരുന്ന പഴയകാലത്തെ ഉമ്മമാരുടെ വാപ്പമാരുടെ കണ്ണീര് നീ മറന്നുപോയോ ചെറുപ്പക്കാരാ? പള്ളിക്കകത്ത് കടന്നിരുന്നിട്ട് നിന്റെ പ്രിയപ്പെട്ട പിതാക്കന്മാർ ഉപ്പമാര് അല്ലാഹുവേ പാതിരാ സമയത്ത് നിലവിളിച്ച് കരന്നിരുന്ന പാതിരാവിന്റെ തൗബയുടെ നിലവിളിയുടെ കണ്ണീരിന്റെ പശ്ചാത്താപത്തിന്റെ പ്രാർത്ഥനയുടെ ഇബാദത്തിന്റെ ആത്മീയമായ സുഖരസങ്ങൾ എവിടെ പോയി അവസാനിച്ചു ചെറുപ്പക്കാരാ? അതിനെ മടക്കിക്കൊണ്ടുവരണം മോനെ, അതിനെ മടക്കിക്കൊണ്ടുവരണം മോനെ. എത്ര നേർച്ചകൾ നടന്നാലും, എത്ര പൂരങ്ങൾ നടന്നാലും, എത്ര എഴുന്നള്ളിപ്പ് നടന്നാലും, എന്തൊക്കെ കൊണ്ടാടിയാലും കാരാഗ്രഹത്തിന്റെ അകത്തള പിളച്ചിടപ്പെട്ടവന്റെ മനസ്സുപോലെ എന്റെ മനസ്സിന്റെ ഉള്ളറയിൽ നിന്ന് ഈമാനിന്റെ മഹത്വത്തെ നഷ്ടപ്പെടുത്താ ഞാൻ സമ്മതിക്കൂല എന്നെന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് തീരുമാനമെടുത്തു. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹുവിന്റെ റസൂലേ, ഈ ലോകം അവസാനിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. ഈ ലോകം അവസാനിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മനുഷ്യർ കബറിന്റെ അകത്തിനും എഴുന്നേറ്റ് വരുന്ന ഭയാനകതയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. അവിടെ കൊണ്ടുവരുന്ന നരകത്തെക്കുറിച്ച് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. ആരംഭ റസൂൽ അത്ഭുതത്തോടെ അതിശയത്തോടെ കൗതുകത്തോടെ കേട്ടിരിക്കുകയാണ്. മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ.
അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാ, ഖബറിന്റെ അകത്ത് എഴുന്നേറ്റ് വരുന്ന ഭയാനകരമായ രംഗമുണ്ടല്ലോ. പൊട്ടച്ചിറ അൻവരിയാർ കോളേജിന്റെ വിരുമാറിൽ മടങ്ങാൻ നമുക്ക് തറവാട്ടിലേക്ക് എന്ന മനോഹരമായ വിഷയം 2 ദിവസം കേട്ടുപോലെ എന്റെ ചെറുപ്പളശ്ശേരിക്കാരാ, ഖബറിന്റെ അകത്ത് വരുന്ന ഭയാനകരമായ ഭീമാകാരമായ ഭയവിഹുലമായ രംഗങ്ങളെ കുറിച്ച് അത്ഭുതത്തോടെ കേട്ടുപോയ എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തെ, ആ ഖബറിന്റെ അകത്ത് എഴുന്നേറ്റ് വരുന്ന ഭയാനകരമായ മറ്റൊരു രംഗമുണ്ടല്ലോ. ആ രംഗമുണ്ടല്ലോ 3000-ഓളം വർഷം തെമ്മാടികളാര മനുഷ്യരുടെ മുതുകത്തും മുഖത്തും ചാട്ടവാറും ഇരുമ്പിന്റെ ദണ്ടുകളും കൊണ്ട് അടിച്ചടിച്ചടിച്ച് വലിച്ചടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കൊണ്ടുവരുന്ന രംഗമാണ്. ആ സമയത്താണ് അവൻ പറയുന്നത്, ഹാറാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. പ്രവാചകന്മാർ പറഞ്ഞ, അല്ലാഹു വാഗ്ദാനം ചെയ്ത മുന്നറിയിപ്പ് തന്ന മഹ്ശറാ ലോകമാണ്. എന്റെ ചെറുപ്പക്കാരാ, വിശ്വസിക്കണം മോനെ, കഞ്ചാവ് ശിരസിലൂടെ യാത്ര ചെയ്യുമ്പോ മറന്നു പോകും നീ പരലോകത്തെ. കള്ളിന്റെ സുഖരസങ്ങൾ ഞരമ്പിലൂടെ സഞ്ചരിക്കുമ്പോ അല്ലാഹുവിന്റെ വിധി ന്യായത്തിന്റെ കോടതിയുടെ അവസ്ഥയെ മറന്നുപോകും ചെറുപ്പക്കാരാ. എന്റെ പൊന്നുമോനെ, ആ ചിന്തയെ മനോമുഖരത്തിലേക്ക് കൊണ്ടുവരിക. എത്രയോ ചെറുപ്പക്കാര് മരിച്ചുപോയടാ, എത്രയോ സഹോദരങ്ങൾ മരിച്ചുപോയടാ, എത്രയോ കൂട്ടുകാര് നമ്മളോട് യാത്ര പറഞ്ഞു പോയി മോനെ. 16, 17, 18 വയസ്സ് പോലും എത്താത്തവര്, 20, 25, 30 വയസ്സിൽ കിടക്കാത്തവര്, കല്യാണം കഴിഞ്ഞ് തന്റെ പ്രിയതമയവുന്ന ഒരു നോക്ക് കണ്ട് ആസ്വദിച്ചു കൊതി തീരുന്നതിന് മുമ്പ് കൊണ്ടുപോയ അല്ലാഹുവേ, ജീവിതത്തിന്റെ സുഖരസങ്ങളൊന്നും അനുഭവിക്കാ സമയം കിട്ടാറ് അല്ലാഹു കൊണ്ടുപോയ എത്രയോ 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 ചെറുപ്പക്കാരാണ്. ഇന്ന് എരമംഗലത്തുള്ള മുത്തു എന്ന് പറയുന്ന സഹോദരന് ക്യാൻസർ ബാധിച്ചിട്ട് വെല്ലൂരുള്ള CMC ഹോസ്പിറ്റലിലേക്ക് ഇപ്പൊ കൊണ്ടിറങ്ങുകയാണ്. ഈ സരസിലേക്ക് കയറുന്നതിന് 1 മണിക്കൂർ മുമ്പ് എന്റെ ഫോണിലൂടെ വിളിച്ചതാ, ഉസ്താദേ ഞങ്ങളൊന്ന് കൊണ്ടുപോവുകയാണ് നിങ്ങളുടെ കൂട്ടുകാരന്, നിങ്ങൾ ദുആരക്കണേ. ഫോണൊന്ന് അവന്റെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞപ്പോ വേറൊന്നും വേണ്ട ഉസ്താദേ, എന്റെ കൂട്ടുകാരുണ്ട് പണം ചിലവഴിക്കാൻ, എന്റെ കൂടെ ഹോസ്പിറ്റലിൽ വരാൻ ആളുകളുണ്ട്, ഉസ്താദ് ദുആ ചെയ്യണേ. 5 നേരത്തെ ഉസ്താദിന്റെ നിസ്കാരത്തിന് ശേഷമുള്ള ദുആയില് ആയിരക്കണക്കിന് നിങ്ങളെ പോലെ പാവപ്പെട്ടവര് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ക്ഷീണം പോലും മാറ്റാറ് കിട്ടിയ പൈസ കൊണ്ട് വണ്ടിക്കൂലി കൊടുത്തിട്ട് ഓടിയെത്തുന്ന ഇതുപോലെ സ്വർഗീയാരാമത്തില് വന്നിരുന്നു കൊണ്ട് പൊട്ടിക്കരന്ന് ആമീൻ പറയുന്ന സരസില് എനിക്ക് ദുആരക്കണേ എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട സഹോദരന്റെ കുടുംബക്കാരുടെ മാനസികാവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എത്ര നല്ല ആരോഗ്യമുണ്ടായിരുന്ന ചെറുപ്പക്കാരനാ, എത്ര നല്ല സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരുന്നവനാ. എന്റെ സഹോദരാ ചിന്തിക്കുക, എന്റെ പെങ്ങളെ ചിന്തിക്കുക. 1 സെക്കൻഡ് കൊണ്ട് മാറി മറിയുന്ന ജീവിതമെന്ന് പറയുന്ന മാസ്മരികമായ മനം മയക്കുന്ന മധുരത്തിൽ മയങ്ങിപ്പോകല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ. ഇന്ന് ദുനിയാ ഹുൽവത്തുൻ ഹളറ, പച്ച പിടിച്ചതാണ്, മധുരമുള്ളതാണ്, രസമുള്ളതാണ്, സുഖമുള്ളതാണ്. പക്ഷേ അതിന്റെ പിന്നാലെ നടന്ന് നടന്ന് ഒറ്റക്ക് നീ കിടക്കേണ്ടുന്ന ഖബർ, അവിടെ നിന്ന് അനുഭവിക്കേണ്ടുന്ന നരകവും നീ മറന്നു പോവല്ലേ. ജിബ്രീൽ വന്ന് പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, ഖബറിന്റെ അകത്ത് നിന്ന് മനുഷ്യരെല്ലാം എഴുന്നേറ്റ് ഇങ്ങനെ വരുമ്പോ അല്ലാഹുവിന്റെ കോടതിയിൽ കൊണ്ടു നിർത്തുമ്പോ സുബ്ഹാനല്ലാഹ്, അവിടെ മനുഷ്യർ ഏറ്റവും അധികം ഭയപ്പെടുന്ന ഒന്നാമത്തെ രംഗമേതെന്നറിയോ നബിയേ? അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹുവിന്റെ സബാനിയത്തിന്റെ മലക്കുകൾ നരകത്തിന്റെ ഒരു ഭാഗത്തെ വലിച്ചിടച്ചുകൊണ്ട് അവരുടെ മുമ്പിലേക്ക് വരും നബിയേ. നമ്മുടെ ഈ കണ്ണുകൊണ്ടത് കാണണം ഉമ്മ, നമ്മുടെ ഈ കണ്ണുകൊണ്ടത് കാണണം ചെറുപ്പക്കാരാ. ഹൽ മറബ്ദ മിൻ സബീൽ, എവിടെയാണെന്ന് രക്ഷപ്പെടുക, എങ്ങനാണെന്ന് രക്ഷപ്പെടുക, എങ്ങനാണെന്ന് കരകയറുക എന്ന് ചിന്തിച്ചുകൊണ്ട് മനുഷ്യരതാ നെഞ്ചത്തടിക്കുകയാണ്. ഞങ്ങൾക്ക് കാണാ കഴിയണില്ല അല്ലാ, അതിനുള്ള കെൽപ്പില്ല അല്ലോ.
70,000 മലക്കുകൾ, 70,000 ഓരോ മലക്കിന്റെ കയ്യിലും 70,000 ചങ്ങലയിട്ടിട്ട് അല്ലാഹുവേ നരകത്തിന്റെ ഓരോ ഭാഗത്ത് വലിച്ചടച്ചു കൊണ്ടുവരുമ്പോ അതിന്റെ ഒരു ചങ്ങലക്കണ്ണിയുണ്ടല്ലോ, ദുനിയാവിന്റെ മുഴുവൻ ഇരുമ്പും ഒരുമിച്ച് കൂട്ടിയാ പോലും ആ നരകത്തിന്റെ വലിച്ചടച്ചു കൊണ്ടുവരുന്ന ഒരു ചങ്ങലക്കണ്ണിയുടെ ഒരു ഭാഗത്ത് പോലും എത്തുകയില്ലെന്ന് മുത്ത് റസൂൽ പറഞ്ഞു കൊടുക്കുമ്പോ അത്ര ഭയാനകരമായ, അത്ര ഭീതിജനകമായ, അത്ര ഭയവിഹുലമായ, അത്ര ഭയന്ന് നിലവിളിച്ചു പൊട്ടിക്കരഞ്ഞു പോകുമാറ് ആ ഭീകരമായ രൂപത്തിലൂടെ നരകത്തിന്റെ ഒരു ഭാഗത്ത് വലിച്ചഴച്ചു കൊണ്ടുവരുമ്പോ അല്ലാഹുവിന്റെ റസൂലേ, ആ നരകത്തിൽ ഒരുപാട് രംഗമുണ്ട് നബിയേ. വ്യഭിചാരികൾ കത്തിക്കരിഞ്ഞ് കിടക്കുന്ന രംഗം ജിബ്രീൽ പറഞ്ഞു കൊടുക്കുകയാ. കള്ളുകുടിയന്മാര് കത്തിച്ചാരമാകുന്ന രംഗം ജിബ്രീൽ പറഞ്ഞു കൊടുക്കുകയാ. നരകത്തിന്റെ ഭയാനകരമായ രംഗത്തെ ജിബ്രീൽ വിശദീകരിച്ചു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ജിബ്രീലേ, ജിബ്രീലേ, മദീ ജിബ്രീൽ, എനിക്ക് കേൾക്കാൻ കഴിയണില്ല ജിബ്രീലേ, എന്റെ ഉമ്മത്തിനെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് ജിബ്രീലേ. നിസ്കാരത്തെ കുറിച്ച് അവരോട് പറഞ്ഞു കൊടുക്കുന്നത്, വസ്ത്രധാരണത്തെ കുറിച്ച് അവരോട് പറഞ്ഞു കൊടുക്കുന്നത്, പലിശക്കെതിരെ, കള്ളിനെതിരെ, വ്യഭിചാരത്തിനെതിരെ ഭയാനകരമായ ഖുർആനിന്റെ മുന്നറിയിപ്പ് ഞാൻ അവർക്ക് കൊടുക്കുന്നത് അവര് നരകത്തിൽ ചെന്ന് പതിക്കുന്ന വിറക് കൊള്ളി കഷണങ്ങളായി പോകാതിരിക്കാനാണ് ജിബ്രീൽ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ജിബ്രീൽ, എന്റെ ഉമ്മത്തിൽപ്പെട്ടവരും നരകത്തിൽ കിടന്ന് നിലവിളിച്ചുകൊണ്ട് കത്തിക്കരിയുന്നത് കാണാൻ എനിക്ക് കഴിയില്ല ജിബ്രീൽ. ഭയാനകരമായ രംഗത്ത് നീ വിശദീകരിക്കുന്നത് കേട്ടിരിക്കാൻ പോലും എനിക്ക് കഴിയണില്ലെന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കരന്നിട്ട് ജിബ്രീലിന്റെ മുഖത്ത് നോക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും കരയുകയാണ്. ആരംഭ റസൂൽ ചോദിച്ചു, ജിബ്രീലേ, നീ കരയുന്നതെന്തിനാണ്? നീ കരയുന്നതെന്തിനാണ്? നീ ആരാണ് ജിബ്രീൽ? അല്ലാഹുവിന്റെ മുഖറബീങ്ങളായ 10 മലക്കുകളിൽ ഒന്നാമനല്ലേ ജിബ്രീൽ. ഒരുപാട് അനുഗ്രഹം അല്ലാഹു തന്ന, ഒരുപാട് സ്ഥാനം അല്ലാഹു തന്ന, ഒരുപാട് ബറക്കത്ത് അല്ലാഹു തന്ന, ഒരുപാട് സൗഭാഗ്യം അല്ലാഹു തന്ന ജിബ്രീൽ, നീ എന്തിനാണ് കരയുന്നത് ജിബ്രീൽ? ജിബ്രീൽ അലൈഹിസ്സലാം പൊട്ടിക്കരന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്നെക്കാളും നല്ല മലക്കായിരുന്നു അസാസീൽ, എന്നെക്കാളും സ്വർഗത്തിൽ സ്ഥാനമുള്ള മലക്കായിരുന്നു അസാസീൽ. പക്ഷേ അല്ലാഹു അസാസീലിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയില്ലേ. ഇന്നവന് ശൈത്താനല്ലേ, ഇന്നവൻ ഇബ്ലീസല്ലേ, ഇന്നവൻ പിശാചല്ലേ. അസാസീലിനെ പിശാചാക്കിയിട്ട് നരകത്തിലേക്ക് അല്ലാഹു വലിച്ചെറിയുമ്പോ ആരാണ് പടച്ചവനെ ചോദ്യം ചെയ്യാൻ നബിയേ? ഇന്നു മുതൽ ജിബ്രീൽ നരകത്തിൽ കിടക്കട്ടെ എന്നല്ല പറഞ്ഞാൽ അങ്ങേക്ക് പരാതി പറയാൻ പറ്റുമോ നബിയേ? ആർക്കെങ്കിലും ചെന്ന് പടച്ചവനോട് പറയാൻ പറ്റുമോ? നമ്മുടെ ജിബ്രീലല്ലേ, അതുകൊണ്ട് നരകത്തിൽ എറിയല്ലേ എന്ന് പടച്ചവനോട് പറയാൻ ആർക്കാണ് പറ്റുക? അല്ലാഹ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാമല്ലോ നബിയേ. ഈ ജിബ്രീൽ നരകത്തിലേക്ക് എറിയപ്പെടട്ടെ എന്ന് അല്ലാഹ് കൽപ്പിച്ച തടയാൻ ആരാണുള്ളത് നബിയേ? തടയാൻ ആരാവുള്ളത് നബിയേ? അതുകൊണ്ട് എനിക്കും പേടിയാ നബിയേ. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പൂർണ്ണമായും ഉറപ്പ് കിട്ടുന്നത് വരെ സമാധാനം എനിക്കുമില്ല എന്ന് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ട് കാവലോടിച്ച നരകമുണ്ടല്ലോ, ലാ യംസദു ഖൽബി ഫഅമൂത്ത്. ഇനി നരകത്തെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റൂല, എന്റെ കൽബിന് പിടിച്ചു നിൽക്കാൻ പറ്റൂല, ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞ മുത്തുനബി മുഹമ്മദ് മുസ്തഫ ചെറുപ്പുളശ്ശേരിയിലെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ ശരീരമല്ല റസൂലുള്ളാഹുടേത്. ചെറുപ്പുളശ്ശേരിയിലെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിന്റെ കട്ടിയല്ല മുത്തു ഹബീബിൻ്റെത്. അത്രത്തോളമുള്ള മുത്ത് റസൂൽ പറയുന്നു, കഴിയുന്നില്ല
എന്റെ ഖൽബ് പോലും പൊട്ടിപ്പോകുമെന്ന് പേടിക്കുന്നു എന്ന് പറഞ്ഞ് കാവലിനെ ചോദിച്ച നരകമുണ്ടല്ലോ, ജിബ്രീൽ കാവലിനെ ചോദിച്ച നരകമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാവൽ ചോദിച്ച നരകമുണ്ടല്ലോ. എവിടെ എവിടെ ചെറുപ്പക്കാരാ, ഇന്നാ പേടി നമുക്കെവിടെ, ഇന്നാ ഭയം നമുക്കെവിടെ, ഇന്നാ കണ്ണീര് നമുക്കെവിടെ, ഇന്നാ ഖൗഫ് നമുക്കെവിടെ? അത് തിരിച്ചു കൊണ്ടുവരാൻ ആരൊക്കെ എങ്ങനെയാണ് നരകത്തെ തൊട്ട് കാവലിനെ ചോദിച്ചത് എന്ന് നമ്മൾ പഠിക്കണം.